കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് ഗോവ മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ശ്രീപദ് നായിക് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. Up to now, we have never asked anything from the party. But knowing our work, party has given so much, lot to us. Whatever responsibility party has given, that I have done my level best to perform this thing. And that's why anytime if they ask, then no problem. We will abide by their order. ബിജെപി ജയിച്ചാൽ നിലവിലെ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ മാറ്റി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറോ ശ്രീപദ് നായിക്കോ മുഖ്യമന്ത്രിയായേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതിനിടെയാണ് കേന്ദ്ര ആയുഷ് മന്ത്രി മനസ്സു തുറന്നത്. MGP, SS, GSM സഖ്യവും RSSന്റെ തുറന്ന പിന്തുണ ഇല്ലാത്തതും പാർട്ടിയുടെ വിജയത്തെ ബാധിക്കില്ലെന്നും ശ്രീപദ് നായിക് പറഞ്ഞു. Affect some votes. There were some new parties have joined with MGP. MGP also in some 1, 2, 3 constituencies they were elected their MLAs, but other constituencies they are not so strong to win over the BJP. വൻ ഭൂരിപക്ഷത്തോടെ BJP ഗോവയിൽ ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശ്രീപദ് യശോ നായിക്. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം പനാജിയിൽ നിന്ന് ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.